മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശന് മുന്നിൽ വഴികൾ അടയുന്നു. ഒരു കേസിൽ വിജിലൻസ് കുറ്റപത്രം തയ്യാറായി. 100-ലധികം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളാണ് വെള്ളാപ്പള്ളിക്കും SNDP യോഗം ഭാരവാഹികൾക്കുമെതിരെയുള്ളത്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാതെയുള്ള മെല്ലെപ്പോക്കിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉതിർത്ത ശേഷമാണ് ഒരു കേസിൽ കുറ്റപത്രമായ വിവരം ഹൈക്കോടതിയെ വിജിലൻസ് അറിയിച്ചത്. ഇടത് സർക്കാരിന്റെ കാലത്ത് വെള്ളാപ്പള്ളിക്കുണ്ടായ സ്വാധീനം കാരണം കുറ്റപത്രം വൈകിയിരുന്നു. കേസ് അനിശ്ചിതമായി നീണ്ടുപോയതോടെ ഹൈക്കോടതി പലതവണ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. കേസ് അന്വേഷിക്കുന്ന SP ശശിധരനെ മാറ്റി അടുത്ത ഉദ്യോഗസ്ഥന് ചുമതല നൽകും എന്നുവരെ ഇന്നലെ ഹൈക്കോടതി പ്രതികരിച്ചിരുന്നു. ഇതോടെയാണ് ഒരു കേസിൽ കുറ്റപത്രവുമായി വിജിലൻസ് രംഗത്ത് വന്നത്. വയനാട് കേസിലെ കുറ്റപത്രമാണ് ആദ്യമായി കോടതി മുൻപാകെ വരുന്നത്. 2014 വയനാട് യൂണിയന് 10 ലക്ഷം രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിനാണ് കുറ്റപത്രം തയ്യാറായിരിക്കുന്നത്. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് MN സോമൻ എന്നിവരും യൂണിയൻ ഭാരവാഹികൾ അടക്കമുള്ളവരുമാണ് പ്രതിപ്പട്ടികയിൽ വന്നിട്ടുള്ളത്. കോടതി ഇടപെട്ടതിനാൽ കേസിൽ പ്രോസിക്യൂഷൻ അനുമതികൾ വൈകിക്കാൻ സർക്കാരിന് കഴിയുകയുമില്ല. വെള്ളാപ്പള്ളി ഭയപ്പെട്ട കേസുകൂടിയാണിത്. ഇടതു ഭരണത്തിൽ കേസിലെ പ്രോസിക്യൂഷൻ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണ് നടപടികൾക്ക് വേഗമില്ലാത്തതെന്ന് അറിയാമായിരുന്നുവെന്നാണ് ഹൈക്കോടതി മുൻപ് തന്നെ വ്യക്തമാക്കിയത്. ഇന്നലെയും ഹൈക്കോടതി ആഞ്ഞടിച്ചതിനാൽ കേസിൽ മെല്ലെപ്പോക്കിന് സർക്കാരിന് കഴിയുകയുമില്ല. VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം കൊച്ചിയിലെ വീട്ടിലെത്തി സതീഷിനെ തുഷാർ വെള്ളാപ്പള്ളി സന്ദർശിച്ചിരുന്നു. വെള്ളാപ്പള്ളി സതീഷിനെ വന്നു കാണുമെന്ന് തുഷാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് കേസിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ വന്നതും. 2016 മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നൽകിയ കേസാണ് വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ പുലിവാലുണ്ടാക്കുന്നത്. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് SNDP യോഗം കോടികൾ വായ്പ എടുത്തതിലാണ് അഴിമതി, സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന എന്നിവയിലൂടെ 15 കോടി രൂപ വെള്ളാപ്പള്ളി തട്ടിച്ചെന്നാണ് പരാതിയിൽ VS ആരോപിച്ചത്. കേസിൽ വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്ക് ഊരിപ്പോരുക പ്രയാസവുമാണ്.